അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് ഇന്നക ഹമീദും മജീദ്. ഊസൈക്കും ബിത്തഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. وهو الذي أحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور. وهو الذي أحياكم ثم يميتكم ثم يحييكم ഇന്നൽ ഇൻസാന ലകഫൂർ. അൽ ബസീറ ഖുർആൻ പഠനവേദിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജ്, അതിലെ 66-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. ഹ്രസ്വമായ ഒരായത്താണ്. പതിവ് പോലെ അതിലെ പദങ്ങളും പാരായണവും ആദ്യമായി ശ്രദ്ധിക്കുക. وهو الذي أحياكم. അല്ലദീ ദാലിന് ഇകാരം നീട്ടുവാൻ മദ്ദ് കൂടിയുണ്ട്, പരിഗണിച്ച് വേണം വായിക്കുവാൻ. وهو الذي أحياكم ثم يميتكم. ശദ്ദുള്ള മീമല്ല, ശദ്ദുള്ള മീമും ശദ്ദുള്ള നൂനും നന്നായിട്ട് മണിച്ചാണ് മൊഴിയേണ്ടത്. ثم يميتكم ثم يحييكم. അവിടെ വഖഫിൻ്റെ ചിഹ്നമുണ്ട്, വഖഫ് ചെയ്ത് ഓതുന്നതാണ് ഉത്തമം. وهو الذي أحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور. ഇൻസാന സാക്കിനായ നൂൻ ഇഖ്ഫാഇൻ്റെ സ്ഥാനത്താണ്, മറച്ചു മണിച്ചാണ് മൊഴിയേണ്ടത്. وهو الذي أحياكم ثم يميتكم ثم يحييكم إن الإنسان لكفور. സൂറത്തുൽ ഹജ്ജിലെ 63 മുതൽ തുടങ്ങിയ ആയത്തുകളിൽ അള്ളാഹുവിൻ്റേത് മാത്രമായ മഹിത മഹാത്മ്യങ്ങളും സവിശേഷ ഗുണങ്ങളും അവൻ്റെ സൃഷ്ടി രഹസ്യങ്ങളും എല്ലാം പരിചയപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് പറയുന്ന, അവൻ്റെ സ്വഭാവത്തെ പ്രകടമാക്കുന്ന വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഹ്രസ്വമായ ഒരു ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്. അള്ളാഹുവിൻ്റേത് മാത്രമായ സവിശേഷ ഗുണങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞ് അവൻ റഊഫാണ്, റഹീമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച് അള്ളാഹു തീർച്ചയായും മനുഷ്യരോട് ഏറെ ദയയുള്ളവനും കരുണയുള്ളവനുമാണ് എന്നെല്ലാം പറഞ്ഞാണ് ആ വിഷയങ്ങൾ അള്ളാഹു അവസാനിപ്പിക്കുന്നത്. ആ സൃഷ്ടി മഹാത്മ്യങ്ങളെല്ലാം, അതിൻ്റെ എല്ലാം പിന്നിൽ ഒരേ ഒരു ഇലാഹ് അള്ളാഹു മാത്രമാണ് ഉള്ളത് എന്നെല്ലാം പരിചയപ്പെടുത്തിയതിന് ശേഷം അള്ളാഹു പറയുന്നു, വഹുവല്ലദീ അഹ്യാക്കും. അതേ റബ്ബ് തന്നെയാണ് നിങ്ങളെ ജീവിപ്പിച്ചത്. വഹുവല്ലദീ അഹ്യാക്കും, അവൻ തന്നെയാണ് നിങ്ങളെ ജീവിപ്പിച്ചത്. സുമ്മ യുമീത്തുക്കും, എങ്കിൽ പിന്നീട് നിങ്ങളെ മരിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. ഈ മഹിത ഗുണങ്ങൾക്കെല്ലാം ഉടമയായ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ തന്നെയാണ് നിങ്ങളെ ജീവിപ്പിച്ചത്. സുമ്മ യുമീത്തുക്കും, ആ റബ്ബ് തന്നെയാണ് നിങ്ങളെ വീണ്ടും മരിപ്പിക്കുന്നത്. വീണ്ടും അള്ളാഹു പറഞ്ഞു, സുമ്മ യുഹയ്യിക്കും, അവൻ തന്നെ വീണ്ടും നിങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്യും. സുമ്മ യുഹയ്യിക്കും, പിന്നെയും അവൻ നിങ്ങളെ ജീവിപ്പിക്കും. ഇന്നൽ ഇൻസാന ലകഫൂർ. ഏതെല്ലാം യാഥാർത്ഥ്യങ്ങൾ എങ്ങനെയെല്ലാം മനുഷ്യൻ്റെ മുന്നിൽ തുറന്നു കാണിച്ച് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിനെ സ്ഥാപിച്ചാലും മനുഷ്യൻ്റെ സഹജമായ സ്വഭാവം ഇന്നൽ ഇൻസാന, തീർച്ചയായും മനുഷ്യൻ ഏറെ ലകഫൂർ, ഏറെ നന്ദി കെട്ടവൻ തന്നെയാകുന്നു എന്നാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നൽ ഇൻസാന ലകഫൂർ, തീർച്ചയായും മനുഷ്യൻ ഏറെ നന്ദി കെട്ടവൻ തന്നെയാകുന്നു. അവൻ അങ്ങനെ ആകേണ്ടവനല്ല. തീർച്ചയായും അവൻ നന്ദിയുള്ളവനാകണം.
അള്ളാഹുവിനെ ഇബാദത്തുകൾ അർപ്പിച്ച് നന്ദി പ്രകടിപ്പിക്കേണ്ടവരാണ് മനുഷ്യൻ. പക്ഷേ അധികமான മനുഷ്യരും അതിന് തയ്യാറാകുന്നില്ല. അവർ നന്ദി കെട്ടവരായി തന്നെ ജീവിക്കുന്നു. ഈ ആശയമാണ് ഈ ആയത്തിൽ അള്ളാഹു നമ്മെ അറിയിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. وهو الذي أحياكم ثم يميتكم ثم يحييكم. അവൻ തന്നെയാണ് നിങ്ങളെ ജീവിപ്പിക്കുന്നത്, പിന്നെ നിങ്ങളെ മരിപ്പിക്കും, പിന്നെയും നിങ്ങളെ ജീവിപ്പിക്കും. He is the one who gave you life, then will cause you to die, then will give you life again. वही है जिसने तुम्हें जीवन दिया, फिर तुम्हें मृत्यु देगा, फिर तुम्हें दोबारा जीवन देगा. ഇന്നൽ ഇൻസാന ലകഫൂർ. നിശ്ചയമായി മനുഷ്യൻ ഏറെ നന്ദി കെട്ടവൻ തന്നെയാകുന്നു. Indeed, mankind is truly ungrateful. निश्चय ही मनुष्य बहुत की कुतंत्र हैं. നിശ്ചയ ഹി മനുഷ്യ ബഹുത്ത് ഹി കുതന്ത്ര ഹെ. ഹ്രസ്വമായ ആയത്താണ്, മഹത്തായ ആശയമാണ് ഉൾക്കൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ നന്ദിയുള്ള ദാസന്മാരായി ജീവിക്കുവാൻ പരിശ്രമിക്കുക. അക്കൂട്ടരിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.